നാരായണീയം 8ാം ദശകം തുടരുന്നു. ചതുർയുഗാണാഞ്ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഇങ്ങനെ ഏകനായ അങ്ങ് 1000 ചതുർയുഗങ്ങൾ ഉറങ്ങിയതിനു ശേഷം, ഹേ വിശ്വനായക, കാലം എന്ന ശക്തി ആദ്യം ഉണരുകയും അങ്ങയെ ഉണർത്തുകയും ചെയ്തുവത്രേ. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു വിശ്വേഷു ദധാത ദൃഷ്ടിം. ജലാന്തർഭാഗത്ത് ശയിക്കുന്ന ഭഗവാനെ, നിദ്രയിൽ നിന്നുണർന്ന് അങ്ങ് എല്ലാ ലോകങ്ങളും തന്നിൽ ലയിച്ചു സ്ഥിതി ചെയ്യുന്നതായി കണ്ടെത്തിയപ്പോൾ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന ആ ലോകങ്ങളെ മന്ദമായി നോക്കി. തതസ്തുതീയാദൈനാഭിരന്ത്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകളായമാനം. ഹേ ഭഗവാനെ, പിന്നീട് അങ്ങയുടെ അന്തർഭാഗത്തിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും സംക്ഷേപരൂപമായതും മുഴുവൻ വിടർന്നിട്ടില്ലാത്തതുമായ ഒരു ദിവ്യമായ താമരപ്പൂവ് അങ്ങയുടെ നാഭിയിൽ നിന്നും പൊന്തി വന്നു. തദ്ദേതംബോരുഹ കുട്മളം തേ കളേബരാത്തോയ പഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്തൽ. ദിവ്യപ്രകാശം ചൊരിയുന്ന ആ താമരമൊട്ട് അവിടുത്തെ പവിത്ര ശരീരത്തിൽ നിന്നും ജലത്തിലേക്ക് വളരുകയും പുറത്തേക്ക് പ്രകാശിക്കുന്നതായ സ്വകാന്തി കൊണ്ട് പരിസരങ്ങളിലെ അന്ധകാരത്തെ മുഴുവൻ ഇല്ലാതാക്കുകയും ചെയ്ത് വിടർന്നു. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധുരാവിരാസിൽ സ്വയം പ്രബുദ്ധ അഖില വേദരാശി. വിടർന്ന ദളങ്ങളോടുകൂടി ഭഗവാന്റെ മാഹാത്മ്യത്താൽ സ്ഥിതി ചെയ്ത ആ താമരപ്പൂവിൽ സ്വയം പ്രകാശിച്ച സർവവേദങ്ങളോട് കൂടിയവനും പത്മസംഭവനെന്ന പേരോട് കൂടിയവനുമായ വിധാതാവ് പ്രത്യക്ഷനായി. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപ്പേ ത്വമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു. പരാത്മമൂർത്തിയും ഗുരുവായൂരിൽ വസിക്കുന്നവനുമായ ഭഗവാനെ, ആ പാത്മയുഗത്തിൽ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവോടുകൂടി അനന്തമായ മാഹാത്മ്യത്തോട് സ്ഥിതി ചെയ്യുന്ന അങ്ങ് എൻ്റെ രോഗപീഠകളെല്ലാം തടയണമേ. ശ്രീഹരേ നമഃ.